ഹലോ നമസ്തേ, വെൽക്കം ടു ആർട്ടിസ്റ്റ് ഡേയ്സ്. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നുള്ളത്. തലേദിവസത്തെ ക്ലീനിങ്ങും പ്രകൃതി ആസ്വദിക്കലൊക്കെ കഴിഞ്ഞ് പുലർച്ചെ വിഷുക്കണി കാണാൻ എഴുന്നേറ്റിരുന്നു. വിഷുക്കണിയൊക്കെ കണ്ട് ഒന്നും കൂടി പോയി കിടന്നുറങ്ങി. പിന്നെ രാവിലെ വീണ്ടും എണീറ്റ് കണിയൊക്കെ ഒന്നും കൂടി കണ്ട് അമ്മനെ സഹായിക്കാൻ കിച്ചണിലേക്ക് കടന്നു. അമ്മയാണ് മെയിൻ ഷെഫെങ്കിലും പച്ചക്കറി അരിയുക, ഇളക്കി കൊടുക്കുക, തേങ്ങ വറുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഞാനാണ് ചെയ്യാറ്. അപ്പം നമ്മുടെ വിഷു സ്പെഷ്യൽ ഫുഡൊക്കെ സപ്ലൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന് നമ്മൾ മൊണ്ടയിൽ കൂടെയാണ് കൊണ്ടു കൊടുക്കുന്നത്. താത്ത അവിടെ വെയിറ്റിംഗ് ആയിരിക്കും, നമുക്ക് കൊടുക്കാം. മതിലുമ്മ വെച്ചിട്ട് വെയിറ്റിംഗ് ആണ്. ഷാജാത്ത അവിടെ നിന്ന് പാഞ്ഞു വരുന്നുണ്ട്. സ്ഥലങ്ങളൊക്കെ ക്രോസ് ചെയ്യാത്ത രീതിയിൽ കൂടുതലുണ്ട്. ഒരു യാത്രയിലാണ്. വലിയ കവർ കൊടുത്തിട്ട് ചെറിയ കവർ വാങ്ങിയിട്ട് വരികയാണ്. സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞ് സദ്യ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അമ്മ ചോറ് വിളമ്പി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് കറിയും കാര്യങ്ങളൊക്കെ വിളമ്പിയത്. അതത്ര കറക്റ്റ് സ്ഥാനത്തൊന്നുമല്ല വിളമ്പിയിരിക്കുന്നത്, അറിയുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ഥലമുള്ളിടത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വിളമ്പി വെച്ചു. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കാരണം വീട്ടിൽ വന്ന് എന്ത് ഫുഡ് കിട്ടി കഴിഞ്ഞാലും ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ സ്പെഷ്യലായിട്ടും സദ്യ, ഒരുപാട് കറികൾ, ഇഞ്ചിമ്പുളി, സാമ്പാർ, അങ്ങനെ അമ്മയുടെ കൈപ്പുണ്യം ആ സദ്യയിൽ പക്കയായിട്ടുണ്ടായിരിക്കും. സ്നേഹവും കൈപ്പുണ്യം നിറഞ്ഞ സദ്യ. ഞാൻ അടിച്ച് പീസാക്കിയെന്ന് തന്നെ പറയാം. അങ്ങനെ സാമ്പാറൊക്കെ ഒഴിച്ച് പപ്പടമൊക്കെ കുഴച്ച് അച്ചാറൊക്കെ ഇട്ട് അങ്ങനെ ഒരു വലിയ പിടി തന്നെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണമായി. എല്ലാവരും കഴിച്ച് കഴിഞ്ഞു. ഞാനിവിടെ വിളമ്പി തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ വിഷുവിൻ്റെ സദ്യയൊക്കെ അച്ഛൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് ഉപ്പേരി വിളമ്പിയില്ല. അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ വക അമ്മ തന്നെ കേബേജ് ഉപ്പേരി എടുത്ത് വിളമ്പി തന്നു. അപ്പോൾ അതും കൂട്ടി കുഴച്ച് കഴിച്ചു. സൂപ്പറായിരുന്നു സദ്യ, ഒന്നും പറയാനില്ല. കഴിഞ്ഞ് ടി വി കാണുന്ന തിരക്കിൻ്റെ ഇടയിൽ പായസം കുടിച്ചു. പിന്നെ വൈകുന്നേരത്തെ വിഷുപ്പടക്കം അങ്ങനത്തെ ഉള്ള ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനും അമ്മയും കൂടിയിട്ടാണ് പുത്തിരി കത്തിക്കൽ, മേശപ്പ് കത്തിക്കലൊക്കെ ചെയ്തു. അങ്ങനെ ഒരു പൊട്ടിത്തെറിക്ക് ശേഷം ഞങ്ങൾ സമാധാനപരമായിട്ട് വീണ്ടും പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷിക്കുകയാണ്.